നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ മണിക്കുട്ടൻ തിരിച്ചു വന്നത് ഒരു അത്ഭുതകരമായ ഒരു തിരിച്ചുവരവാണ്. ആ തിരിച്ചുവരവ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സങ്കടകരമായ കാര്യമുണ്ട് ഇന്ന്. കാരണം 2-3 ദിവസമായി നമ്മുടെ ചിഹ്നം പോയിട്ട്, ഇടയ്ക്കൊന്ന് പോയിട്ട് തിരിച്ചു വന്നതാ. പക്ഷെ വീണ്ടും ഇപ്പോൾ പോയിരിക്കുക. ഇത്രയും ദിവസമൊന്നും നമ്മുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടില്ല അവന്. 2 ദിവസമായി ഇപ്പോൾ അവനെ കാണുന്നേ ഇല്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു 9 മാസത്തോളമായി നമ്മുടെ കൂടെ ഉണ്ടായിട്ട്. അപ്പോൾ അവൻ പോയപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല വിഷമമായി. ഒരാളെ കിട്ടിയപ്പം ഒരാൾ തിരിച്ചു പോയി. പിന്നെ മണിക്കുട്ടനെ കിട്ടിയത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. ചിഹ്നം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. പിന്നെ അവൻ്റെ കൂട്ടുകാർ വന്നിരുന്നു, അവിടെ എല്ലാം വന്നതിൻ്റെ കരയുന്ന കേൾക്കാമായിരുന്നു. പിന്നെ അവർ വിളിച്ചോട്ട് പോയാന്ന് അറിയത്തില്ല. എന്തായാലും അവൻ പോയി രക്ഷപ്പെടും, കാരണം അവനാൾ ഭയങ്കര ഉഷാറായി. അതുപോലെ നിങ്ങളെല്ലാവരും പറഞ്ഞായിരുന്നില്ലേ മണിക്കുട്ടനെ തിരിച്ചു കിട്ടുമ്പം വീഡിയോ ഇടണേന്ന്. മണിക്കുട്ടനെ തിരിച്ചു വരും എന്ന് പറഞ്ഞ് എല്ലാവരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു അത്ഭുതകരമായ തിരിച്ചുവരവാണ്. അവൻ നമ്മുടെ വീട്ടിൽ നിന്നും പറഞ്ഞു വന്നതല്ല. അപ്പൊ അത് നിങ്ങൾക്ക് വീഡിയോയിൽ നമുക്കത് കാണാം. ഞാനിപ്പോ മുട്ട മേടിക്കാൻ പോയതായിരുന്നു. മുട്ട മേടിക്കാനായിട്ട് അവിടെ കടയുടെ അവിടെ നിന്ന സമയത്ത്, കടയിലല്ല ഒരു വീടിന്റെ അവിടെ, ആ വീടിന്റെ അവിടെ നിന്ന സമയത്തുണ്ട് പിന്നെ 3-4 കാക്കകളോടെ മരത്തായിരിക്കുന്നു. അതേ കൊണ്ട് ഒരുത്തൻ പറന്ന് വന്ന് എന്റെ തോളായിരുന്നു. ഞാൻ മണിക്കുട്ടാന്ന് വിളിച്ചപ്പോൾ തന്നെ എന്റെ തോളെ വന്നിരുന്നു. ഇതിനകത്തുണ്ട് നമ്മുടെ മണിക്കുട്ടൻ. അപ്പൊ ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ചാക്കിനകത്ത് അവിടെ വീട്ടിൽ നിന്ന് ഒരു ചാക്ക് മേടിച്ച് അതിനകത്ത് ഇട്ടുകൊണ്ട് പോന്നു. ഉണ്ടോ സ്നേഹം എവിടെ നമ്മൾ കൊടുത്താലും അത് നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതിന്റെ ഉറപ്പല്ലേ അതില്. അമ്മയുടെ എന്റെ ശബ്ദം കേട്ടപ്പോ കരയുന്ന കേട്ടോ. ഇല്ല, അമ്മയുണ്ട് ഇവിടെ, അമ്മയുണ്ട്. മോന് ഞാൻ അവിടെ ഇരുന്ന മരത്തെ ഇരുന്നപ്പോ എനിക്ക് സംശയം പോലെ ഇതിന്റെ വായുടെ അടിവശത്ത് ചുമന്നിരിക്കല്ലേ, കുഞ്ഞല്ലേ. എനിക്കത് കണ്ടപ്പോ ഒരു സംശയം. അപ്പൊ ഞാൻ ചുമ്മാ അവിടെ നിന്ന് വിളിച്ചതാ മണിക്കുട്ടാന്ന്. ഓടി പറന്നു വന്ന് എന്റെ തോളെ വന്നു. ഹലോ അവനെ. അപ്പൊ എനിക്ക് അവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട്, എനിക്ക് കൊണ്ടുവരാൻ വേറെ വഴിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവനെ ഇതിനകത്തോട്ട് വാ. അകത്തുനിന്ന് മണിക്കുട്ടനെ പുറത്തോട്ട് എടുത്തത് അതേ കണ്ടോ, പറന്നു പോയി അമ്മയുടെ കോളേജിൽ പോയിരുന്നു. വിശന്നായിരുന്നു കേട്ടോ. നമ്മുടെ ഇവാന്റെ കുഞ്ഞന്റെ ഫുഡ് ബാക്കി, ആ ഫുഡ് കത്തി കഴിക്കുക. കഷ്ടം. ദിശ തെറ്റി പോയതാ കേട്ടോ. അയ്യോ, ഇത്രയും ദൂരെ പോയിട്ട് കണ്ടു മനസ്സിലായല്ലോ എന്നുള്ള അത്ഭുതമാണല്ലോ. ശബ്ദം കേട്ടപ്പോ മനസ്സിലായിരുന്നേ. കഷ്ടം. എന്റെ ശബ്ദം കേട്ടപ്പോ മനസ്സിലായി. പിന്നെ ഞാൻ എന്ത് വിളിച്ചോടിന്റെ മോളിൽ ഇരുന്നപ്പം മണിക്കൂട്ടോന്ന്. അപ്പൊ നീ എങ്ങോട്ടാ പറന്നു പോയത്? അവന്റെ ഈ ചുണ്ടിന്റെ താഴെ ആ ചുമപ്പ് കളറുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആ അപ്പൊ അത് കണ്ടോണ്ടാണ് ഞാൻ ഇവനെ ചുമ്മാതെ ഒന്ന് വിളിച്ചതാ മണിക്കുട്ടാന്ന്. അവിടുന്ന് പറന്ന് എന്റെ തോളെ വന്നു. പിന്നെ ഞാൻ അവിടുന്ന് ചാക്കെടുത്ത് ചാക്കിനകത്തിട്ട് കൊണ്ട് അവിടെ പട്ടിണിയായിരുന്നു 1 ദിവസമായിട്ട്. കണ്ടോ, ഇവാന്റെയും കുഞ്ഞന്റെയും വെറ്റ് ഫുഡാ അത്. അവര് കഴിച്ചിട്ട് ബാക്കി വെച്ചത് മൊത്തം കൊത്തി കഴിക്കുക. കഷ്ടം. പിന്നെ ഇതിന് കുറച്ച് വെള്ളം കൊടുക്കണ്ടേ. ഞങ്ങളുടെ മണിക്കുട്ടൻ എന്നെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞേ കേട്ടോ. അമ്മയുടെ രാവിലെ ഞാൻ നിന്ന പടുതി ഓടി വന്ന വിളിച്ചപ്പോ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ക്യാമറ ഫോണും എടുത്തോണ്ട് നിങ്ങളെ കൂടെ കാണിക്കണമല്ലോ എന്ന് വെച്ചാൽ ഓടിപ്പോയി ഫോണും എടുത്തോണ്ട് വന്ന. ഞങ്ങള് പ്രതീക്ഷിച്ചേ ഇല്ല അവനെ കിട്ടുമെന്നില്ലേ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ എങ്ങും ഈ ഭാഗത്തെങ്ങും അവനില്ലായിരുന്നു. 1 കിലോമീറ്ററോളം പോയെന്നേ. കഴിക്കടാ. അങ്ങനെ ഒരു കാടമുട്ട കൊടുത്ത് കഴിക്കുക. ഇന്നലെ മൊത്തം തന്നെ കഴിക്കാനൊക്കെ ആയോ ദിവസം കൊണ്ട്? കഴിച്ചാട്ടെ. ചാക്കിനകത്ത് കിടന്നോണ്ട് സിന്ധുവിന്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് അതിനകത്ത് കിടന്നാൻ കരയുമായിരുന്നു. തുറന്നങ്ങോട്ട് എടുക്കുകയും എന്റെ കയ്യിൽ നിന്ന് ചാടി അമ്മയുടെ തോളെ പോയി. അവന്റെ മനസ്സിൽ അത് ഓർമ്മയുണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതാ. എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ ഒന്ന് വിളിച്ചതാ മണിക്കുട്ടോന്ന്. ആ മരത്തിന്റെ മേളിൽ നിന്ന് പറന്നു വന്ന് എന്റെ തോളെ വന്നിരുന്നു. അപ്പൊ വീട്ടുകാർ ചോദിക്കും, അയ്യോ ഇതെന്തുവാ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇന്നലെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്ന ഒരാൾ ഇങ്ങനെ പറന്നു പോയി, അവനാ എന്ന് പറഞ്ഞു. ഞാൻ ഓടി വരുമായിരുന്നു. ഞാൻ മുടി പോലും കെട്ടിയില്ല. ഇവനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഓടി വന്നു. വെപ്രാളമായിപ്പോയി കേട്ടോ. എന്നെ എവിടെ ആയിരുന്നു 2 ദിവസം? വാ. ഞാന്
ഈ വീട്ടിലാണ് മുട്ട മേടിക്കാനായിട്ട് വന്നത്. അപ്പോൾ വന്ന സമയത്ത് ദേ ഈ ഇരിക്കുന്ന ആ കാണുന്ന ആഞ്ഞിലയുടെ കമ്പയിൽ ഇരിക്കുമായിരുന്നു മണിക്കുട്ടൻ. ഞാൻ രാവിലെ കണ്ടായിരുന്നു. അവിടുന്ന് എന്നെ കണ്ടോണ്ട് അവിടുന്ന് പറന്ന് ദേ ടാങ്കിൻ്റെ അവിടെ വന്നു. ടാങ്കിൻ്റെ ഇവിടുന്ന് പറന്ന് എൻ്റെ തോളയിലോട്ട് വന്നിരുന്നു. അപ്പോൾ അതെ അമ്മാമ്മ എനിക്ക് മുട്ടയുമായിട്ട് വന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് പറന്ന് വന്നിരിക്കുന്ന കണ്ട സമയത്ത് അമ്മാമ്മയ്ക്ക് അങ്ങ് അത്ഭുതമായിപ്പോയി. അമ്മാമ്മയുടെ കൊച്ചുമോളാണിത്. ഞാനതാ ചോദിക്കുമായിരുന്നു, ഇത് ഇത്ര അടുത്ത് വരണമെങ്കിൽ നമുക്കിപ്പോ അടുപ്പം വേണം, എന്നാലല്ലേ വരത്തുള്ളൂ. അല്ല പ്രത്യേകിച്ച് കാക്കയൊന്നും നമ്മുടെ ഇങ്ങനെ വന്നൊന്നുമില്ല. വേറെ കിളികളൊക്കെ കാക്ക ഒട്ടുമേ വരത്തില്ല. നമ്മുടെ അനക്കം കേട്ട് കഴിഞ്ഞാൽ പറന്നു പോകുന്ന അതല്ല, ഈ ഇത്രയും ദിവസമായിട്ട് അത് മറന്നില്ലേ? അപ്പം അമ്മാമ്മയുടെ ആ ഒരു ഇത് നമുക്കൊരു ആകാംക്ഷയില്ലേ. അപ്പൊ അമ്മാമ്മ എന്നോട് ചോദിക്കുകയും ചെയ്യും, അയ്യോ എന്തോ അത് കണ്ടോ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതും നമ്മുടെ പ്രേക്ഷകരുണ്ട്, അപ്പൊ അവരൊക്കെ ഒന്ന് അറിയണ്ടേ. അത് ശരി. കാരണം ഞാൻ ചാക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്നതല്ല, പക്ഷെ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്രയും ദൂരമേ നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. വളർത്തുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതോ നമ്മുടെ വീട്ടിൽ നിന്ന് പറന്നു പോയതായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് മണിക്കുട്ടനെ തിരിച്ചു കിട്ടിയത്. അപ്പം നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.